അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ബ്രെഡ് ടോസ്റ്റ് അതുപോലത്തെ ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ് നൗ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മുട്ടയിലേക്ക് കുറച്ച് ഏലക്ക ഇടാം. ഇപ്പം നിങ്ങൾക്ക് ഏലക്ക ഇങ്ങനെ തൊലി കളഞ്ഞ് ഇങ്ങനെ ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒന്നെങ്കിൽ പൗഡർ യൂസ് ചെയ്യാം, അല്ലാതെ അത് ചതച്ചിട്ടിടാം. ഞാൻ പിന്നെ ഒരുപാട് മെനക്കിടണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെയാണ് ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് പൊടി ഐറ്റംസുകളൊക്കെ ഒന്ന് ചേർക്കണം, ചെറിയ ചെറിയ തട്ടിക്കൂട്ട് ഐറ്റംസൊക്കെ. അപ്പം ഇത് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ഒരുപാട് റെമഡി ഇനിയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലെന്ന് പറയുമ്പോൾ റോ മിൽക്ക് മതി, അനത്താത്ത പാൽ മതി. അത് ആവശ്യത്തിന് കുറച്ച് പാൽ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. ഓക്കെ, അപ്പം പഞ്ചസാര നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യും. എന്ന് വെച്ച് യാതൊരു ടേസ്റ്റ് വ്യത്യാസം അല്ലെങ്കിൽ ഇത്തിരി മധുരത്തിനൊരു ഇഷ്യൂ, ബ്രെഡിന് നല്ല മധുരമാണെങ്കിൽ പഞ്ചസാരയുടെ കാര്യമില്ല. അപ്പോൾ ഞാൻ ശകലം പഞ്ചസാര ഇടുന്നുള്ളൂ, 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ. അപ്പം പഞ്ചസാര അത്ര ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെ ഇടാം, പഞ്ചസാര നല്ല വേണമെന്നുള്ളവർക്ക് നിങ്ങളുടെ രീതിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഒന്ന് വയ്ക്കുക. ചൂടായതിന് ശേഷം നമുക്ക് നല്ലൊരു നെയ്യ് കൊടുക്കുക. ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു എന്താ പറയുക, ആഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളെ വീട്ടിൽ ഏത് നെയ്യാണോ ഉള്ളത് അത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് അത് അപ്പോഴത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ കാരണം നമ്മൾ ചിലപ്പോൾ 2 ബ്രെഡ് നമുക്ക് വയ്ക്കാം, 4 ബ്രെഡ് വയ്ക്കാം. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് വയ്ക്കുമ്പോൾ പെട്ടെന്ന് പണിയും തീരും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നെയ്യൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാം, നമ്മളെ ബാറ്ററിയിലോട്ട് ഡിപ്പ് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ ആ കാടമൺ, അതായത് നമ്മുടെ ഏലക്കയുടെ കുരുകളും കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ബ്രെഡിലോട്ട് വരും. അത് പറ്റാത്തവർ വേണമെങ്കിൽ അതുകൊണ്ട് അത് പൊടിച്ച് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഇവിടെ ബ്രെഡ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഹോം റെസിപ്പിയാണ്. ബ്രെഡുണ്ടോ മുട്ടയുണ്ടോ ഇത് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം. അപ്പോൾ നമ്മളിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നല്ലപോലെ ചൂടൊക്കെ പറക്കുന്നുണ്ട്. അപ്പം ചൂട് ചായയുടെ കൂടെ, അതും മഴക്കാലം കൂടെ ഇല്ലേ, ചൂട് ചായയുടെ കൂടെ ഇതും കൂടെ കഴിക്കാം. ആഹാ, അന്തസ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.